ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. We are discussing the third chapter of Plus One Accountancy. The name of our chapter is Recording of Transactions First, and this is our second class. Plus One Accountancyയിലെ മൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. And in this session, we will discuss the second and third type of voucher, that is compound voucher and journal voucher. Okay. അപ്പോൾ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ ടൈപ്പ് വൗച്ചറായിട്ടുള്ള ട്രാൻസാക്ഷൻ വൗച്ചറിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് വൗച്ചർ, ദ നെയിം ഓഫ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വൗച്ചർ ഈസ് കോമ്പൗണ്ട് വൗച്ചർ. നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ടൈപ്പ് വൗച്ചറിൻ്റെ പേര് ഇതാണ്, കോമ്പൗണ്ട് വൗച്ചർ. അപ്പോൾ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സംടൈംസ് ദർ മേ ബി നോ ഡോക്യുമെൻ്ററി എവിഡൻസ് ഫോർ സം ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ സച്ച് സിറ്റുവേഷൻ എ വൗച്ചർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ അക്കൗണ്ടൻറ്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ കോമ്പിറ്റൻറ്റ് സുപ്പീരിയർ. ക്ലിയർ? പ്രധാനമായിട്ടും 3 ടൈപ്പ് വൗച്ചർ ഉണ്ടെന്ന് പറഞ്ഞു: ട്രാൻസാക്ഷൻ വൗച്ചർ, കോമ്പൗണ്ട് വൗച്ചർ ആൻഡ് ജേണൽ വൗച്ചർ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് ഏത് വെച്ചിട്ടാണ്? കോമ്പൗണ്ട് വൗച്ചർ എന്ന ടേം വെച്ചിട്ടാണ്. ഓക്കെ. ട്രാൻസാക്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ഓർ ക്രെഡിറ്റ്സ് ആൻഡ് വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആർ കോൾഡ് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ഓർ ക്രെഡിറ്റ്സ് ആൻഡ് വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആർ കോൾഡ് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻസ്. മനസ്സിലാവാൻ സാധ്യതയില്ല, കാരണം നിങ്ങൾക്ക് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല, എന്താണ് ജേണൽ എൻട്രി എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ട്രാൻസാക്ഷനെ, ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ജേണൽ എൻട്രിയുടെ ഫോമിൽ നമ്മൾ രേഖപ്പെടുത്തണം. ജേണൽ എൻട്രിയുടെ ഫോമിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഓക്കെ. അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുമാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേര് സിമ്പിൾ ട്രാൻസാക്ഷൻ എന്നും, ആ സിമ്പിൾ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിൻ്റെ പേര് ട്രാൻസാക്ഷൻ വൗച്ചർ എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ. ഇനി അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമല്ല, ചില ട്രാൻസാക്ഷൻസിനെ അല്ലെങ്കിൽ ചില എൻട്രികൾ, ഞാൻ എക്സാമ്പിൾ പറയാം, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങളിത് എന്താണെന്നും മനസ്സിലാക്കണ്ട. ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ: സാലറി അക്കൗണ്ട് ഡെപ്റ്റർ, വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഡെബിറ്റ് ചെയ്തത് സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, വേജസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ടു എന്ന് പറയുന്നത്. DR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ്, ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ, ഒന്നാമത്തെ എൻട്രിയിൽ നമ്മൾ എന്താ ചെയ്തത്? സാലറി അക്കൗണ്ടിനെയും വേജസ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ഡെബിറ്റും ഒരു ക്രെഡിറ്റും, 2 ഡെബിറ്റും ഒരു ക്രെഡിറ്റും. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു, ഇത് ഇൻകം ആണ്, ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമുക്ക് പലിശ കിട്ടി 5000 രൂപ, ടു കമ്മീഷൻ അക്കൗണ്ട് 1000 രൂപ കമ്മീഷൻ കിട്ടി. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ എന്താ ഉള്ളത്? മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ട്രാൻസാക്ഷനകത്ത്, ഒന്നാമത്തെ ട്രാൻസാക്ഷനകത്ത് 2 ഡെബിറ്റും ഒരു ക്രെഡിറ്റും, സെക്കൻഡ് ട്രാൻസാക്ഷനിൽ 1 ഡെബിറ്റും 2 ക്രെഡിറ്റും, 1 ഡെബിറ്റും 2 ക്രെഡിറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന്. ട്രാൻസാക്ഷൻസ് വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ഓർ ക്രെഡിറ്റ്സ് ആൻഡ് വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആർ കോൾഡ് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻസ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം: വൗച്ചർ പ്രിപ്പയർഡ് ഫോർ സച്ച് ട്രാൻസാക്ഷൻ ഈസ് കോമ്പൗണ്ട് വൗച്ചർ. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വൗച്ചറുകളെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് വൗച്ചേഴ്സ് എന്ന്. ക്ലിയർ? എ കോമ്പൗണ്ട് വൗച്ചർ മേ ബി ഐദർ എ ഡെബിറ്റ് വൗച്ചർ ഓർ എ ക്രെഡിറ്റ് വൗച്ചർ. ഒരു കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡെബിറ്റ് വൗച്ചർ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് വൗച്ചർ ആകാം. ഡെബിറ്റ് വൗച്ചർ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് വൗച്ചർ ആകാം. അപ്പോൾ നമുക്കിനി പഠിക്കേണ്ടത് ഡെബിറ്റ് വൗച്ചർ ആൻഡ് ക്രെഡിറ്റ് വൗച്ചർ. So the first one is debit voucher.
ആദ്യത്തെ ഡെബിറ്റ് വൗച്ചർ എന്താണെന്ന് നോക്കാം. എ വൗച്ചർ വിച്ച് റെക്കോർഡ്സ് എ ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് 2 or more debits and 1 credit is called a debit voucher. എന്താണ് ഡെബിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രാക്കറ്റിൽ കാണാം 2 or more debit and 1 credit. 2 അതിലധികമോ ഡെബിറ്റ് ആസ്പെക്റ്റുകളും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റുമുള്ള എൻട്രികളെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വൗച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് വൗച്ചർ എന്ന്. എ വൗച്ചർ വിച്ച് റെക്കോർഡ്സ്, അപ്പോൾ പേര് തന്നെ മനസ്സിലാക്കുക, ഡെബിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ഡെബിറ്റിനാണ് പ്രാധാന്യം. എ വൗച്ചർ വിച്ച് റെക്കോർഡ്സ് എ ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് 2 or more debits and 1 credit is called a debit voucher. Usually it is used for expense or expenditures. സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുന്നത് ഏതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ സ്പെസിമെൻ ഒന്ന് നോക്കിക്കോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ കമ്പനി തന്നെ SNV ട്രേഡേഴ്സ് പിലിക്കോഡ് വൗച്ചർ നമ്പർ, ഡെബിറ്റ് വൗച്ചർ എന്ന ഹെഡിങ് കൊടുക്കുക. ഇനി വൗച്ചർ നമ്പർ, അതിന് എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്പർ കൊടുക്കണം. ഡേറ്റ്, ഏത് ഡേറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് എഴുതുക. ക്രെഡിറ്റ് അക്കൗണ്ട്, ഏത് അക്കൗണ്ടിനെയാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ പേര് ഇവിടെ എഴുതുക. എമൗണ്ട് എഴുതുക. എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണോ അതിവിടെ എഴുതുക. നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഒരു ടേബിൾ കാണാം, ഡെബിറ്റ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു 2 ഡെബിറ്റ് ഉള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് ഡെബിറ്റ് വൗച്ചർ. അപ്പോൾ ഈ ഡെബിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡെബിറ്റിനാണ് പ്രാധാന്യം. 2 ഡെബിറ്റുകളാണ് അവിടെ ഉണ്ടായിരിക്കുക. ക്ലിയർ? ഡെബിറ്റ് അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സീരിയൽ നമ്പർ കൊടുക്കുക. കോഡ് ഉണ്ടെങ്കിൽ കോഡ് കൊടുക്കുക. അക്കൗണ്ടിന് ചില സമയത്ത് കോഡൊക്കെ ഉണ്ടാവും. വേജസ് ഒക്കെ ആണെങ്കിൽ WGS എന്നുണ്ടാവും, അല്ലെങ്കിൽ സാലറി ആണെങ്കിൽ SAL എന്നൊക്കെ ഉണ്ടാവും. ആ കോഡ് ഉണ്ടെങ്കിൽ കോഡ് കൊടുക്കുക. ഇനി കോഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ കോഡ് എന്നുള്ള കോഡും അങ്ങ് ഒഴിവാക്കിയാൽ മതി. അക്കൗണ്ട് നെയിം, ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട്, എമൗണ്ട് 5000 രൂപ, നറേഷൻ പെയ്ഡ് സാലറി, എക്സ്പ്ലനേഷൻ എന്താണ് സംഭവം എന്ന് എഴുതുക. ഓക്കെ. ഇനി നമ്പർ 2 സെക്കൻഡ് ഡെബിറ്റ് അക്കൗണ്ട്, കോഡ് ഉണ്ടെങ്കിൽ കോഡ് എഴുതുക. അക്കൗണ്ട് നെയിം വേജസ്, എമൗണ്ട് 1000 rupees, നറേഷൻ പെയ്ഡ് വേജസ് 1000. പ്രിപ്പയർഡ് ബൈ, ഇത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടന്റിന്റെ സൈൻ. ഓതറൈസ്ഡ് ബൈ, ഇതിന് പെർമിഷൻ കൊടുക്കുന്ന ഹെഡിന്റെ സൈൻ. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൗച്ചറിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ നേരത്തെ പറഞ്ഞത് എക്സാമ്പിൾ തന്നെ. സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു വേജസ്, സാലറി അക്കൗണ്ട് ഡെപ്റ്റ്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത് സാലറി കൊടുത്തു, ഒരു ദിവസം തന്നെ 1/1/2020 സാലറിയും കൊടുത്തു വേജസും കൊടുത്തു ക്യാഷ് ആയിട്ട്. അപ്പോൾ ആ ഒരു എൻട്രിയെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, സാലറി അക്കൗണ്ട് ഡെപ്റ്റ്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ട്രാൻസാക്ഷനകത്ത് 2 ഡെബിറ്റും 1 ക്രെഡിറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്രെഡിറ്റിനെ, ക്യാഷ് എന്ന് പറയുന്നതിനെ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി സാലറി എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഇവിടെ എഴുതുക, വേജസ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഇവിടെ എഴുതുക, എമൗണ്ട് എഴുതുക, നറേഷൻ എഴുതുക. ഇങ്ങനെയുള്ള ഒരു വൗച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് വൗച്ചർ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് നോക്കാം, ക്രെഡിറ്റ് വൗച്ചർ. അപ്പോൾ ഡെബിറ്റ് വൗച്ചറിനകത്ത് 2 ഡെബിറ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ക്രെഡിറ്റ് വൗച്ചർ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് വൗച്ചർ that will contain 2 credit aspects. 2 ക്രെഡിറ്റ് ആസ്പെക്റ്റുകളുള്ള ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ക്രെഡിറ്റ് വൗച്ചർ ഇസ് പ്രിപ്പയർഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് 2 ക്രെഡിറ്റ് ആസ്പെക്ട്സ് ആൻഡ് 1 ഡെബിറ്റ് ആസ്പെക്ട്. ഒരു ട്രാൻസാക്ഷനകത്ത് 2 ക്രെഡിറ്റും 1 ഡെബിറ്റുമാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് വൗച്ചർ എന്ന്. എ വൗച്ചർ വിച്ച് റെക്കോർഡ്സ് എ ട്രാൻസാക്ഷൻ വിത്ത് 2 or more credits and 1 debit is called a credit voucher. അപ്പോൾ 2 ക്രെഡിറ്റും 1 ഡെബിറ്റും ഉള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് വൗച്ചർ എന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഇൻകം ആൻഡ് ഗെയിൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇൻകം ആൻഡ് ഗെയിൻ. പ്രധാനമായിട്ടും ഇൻകം, ചിലപ്പോൾ 1 വേർഡ് ഒക്കെ ചോദിച്ചേക്കാം. എ ക്രെഡിറ്റ് വൗച്ചർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഡാഷ്, ഇൻകം, എക്സ്പെൻസ്, നൺ ഓഫ് ദീസ് ഒക്കെ പറഞ്ഞിട്ട് വന്നേക്കാം. അപ്പോൾ
സാധാരണഗതിയിൽ ക്രെഡിറ്റ് വൗച്ചറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻകം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞു ഡെബിറ്റ് വൗച്ചർ ഉപയോഗിക്കുന്നത് എക്സ്പെൻസിനാണ്, ക്രെഡിറ്റ് വൗച്ചർ ഉപയോഗിക്കുന്നത് ഇൻകത്തിനാണ്. ഇനി അതിൻ്റെ ഒരു സ്പെസിമെൻ നോക്കുക. ഇതാ തന്നെ സെയിം കമ്പനി തന്നെ SNV ട്രേഡേഴ്സ് പിലിക്കോട് കാസർഗോഡ്. ഹെഡിങ് കൊടുക്കുക ക്രെഡിറ്റ് വൗച്ചർ എന്ന് ഹെഡിങ് കൊടുക്കുക. വൗച്ചർ നമ്പർ കൊടുക്കുക 15/2021 നമ്പർ കൊടുക്കുക. ഡെബിറ്റ് അക്കൗണ്ട്, ഒരു ഡെബിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെബിറ്റ് ഏത് അക്കൗണ്ടിനെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് അതിവിടെ എഴുതുക. എമൗണ്ട് എഴുതുക, ഡെബിറ്റ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. ഡേറ്റ് എഴുതുക. ഇനി ക്രെഡിറ്റ് അക്കൗണ്ടുകളാണ്. രണ്ട് ക്രെഡിറ്റ് ഉണ്ട് അവിടെ. ഒന്നാമത്തത് എഴുതുക, കോഡ് എഴുതുക, അക്കൗണ്ട് നെയിം എഴുതുക, എമൗണ്ട് എഴുതുക, നറേഷൻ എഴുതുക. രണ്ടാമത്തെ എഴുതുക, കോഡ് എഴുതുക, അക്കൗണ്ട് നെയിം എഴുതുക, എമൗണ്ട് എഴുതുക, നറേഷൻ എഴുതുക. പ്രിപ്പയർഡ് ബൈ, ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അയാളുടെ പേരും സൈനൊക്കെ ഇടുക. ഓതറൈസ്ഡ് ബൈ, ഇതിന് പെർമിഷൻ കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് അങ്ങ് എൻ്റർ ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു കമ്മീഷൻ അക്കൗണ്ട്. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. ഇതിനകത്തുള്ളത് രണ്ട് ക്രെഡിറ്റും ഒരു ഡെബിറ്റുമാണ്. ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെയും കമ്മീഷൻ അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ട് ക്രെഡിറ്റും ഒരു ഡെബിറ്റുമുള്ള ട്രാൻസാക്ഷനാണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താണ്, പിന്നെ പലിശ കിട്ടി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1000, കമ്മീഷൻ റിസീവ്ഡ് 5000 രൂപ കമ്മീഷനും 1000 രൂപ ഇൻട്രസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ 2/1/2020 നമുക്ക് സപ്പോസ് on 2/1/2021 we receive interest 1000 and commission 5000. Then the same can be expressed like this: cash account debt to interest account to commission account. And if there is no documentary evidence for this transaction, the accountant can prepare a credit voucher to record this transaction. And the speciality or the special feature of a credit voucher is it consists of two credit aspect and one ഡെബിറ്റ് ആസ്പെക്ട്. ക്ലിയർ? ഇനി ഈ ജേണൽ എൻട്രി ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സുകളിൽ അത് ക്ലിയർ ആവും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡെബിറ്റ് വൗച്ചറിൻ്റെയും ക്രെഡിറ്റ് വൗച്ചറിൻ്റെയും മീനിങ് പഠിക്കുക. നെക്സ്റ്റ്, ദ തേർഡ് വൺ ഈസ് ജേണൽ വൗച്ചർ ഓർ കോംപ്ലെക്സ് വൗച്ചർ. ജേണൽ വൗച്ചർ ഓർ കോംപ്ലെക്സ് വൗച്ചർ. Transactions with multiple debits and multiple credits are called complex transactions. Transactions with multiple debits and multiple credits are called complex transactions. രണ്ട് ഡെബിറ്റും രണ്ട് ക്രെഡിറ്റും ഉള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ചില ട്രാൻസാക്ഷൻസിന്റെ പ്രത്യേകത അതിന് രണ്ട് ഡെബിറ്റും ഉണ്ടാവും, രണ്ടോ അതിലധികമോ ഡെബിറ്റും രണ്ടോ അതിലധികമോ ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഡെബിറ്റും ക്രെഡിറ്റും രണ്ട് സൈഡുകളാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനകത്ത് തന്നെ രണ്ട് അല്ലെങ്കിൽ അതിലധികം ഡെബിറ്റ് അല്ലെങ്കിൽ 2 or more ക്രെഡിറ്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേര് കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് എന്നാണ്. കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ്. ക്ലിയർ? ആൻഡ് ദ വൗച്ചർ പ്രിപ്പയർഡ് ടു റെക്കോർഡ് എ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ. നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് ആണ്, നേരത്തെ പറഞ്ഞ മാറാൻ പാടില്ല. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഈ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. കോമ്പൗണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ രണ്ടെണ്ണം ഉള്ളൂ, അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ കോംപ്ലക്സിനകത്ത് രണ്ട് ഡെബിറ്റും രണ്ട് ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിനെ വിളിക്കുന്ന പേരാണ് ജേണൽ വൗച്ചർ അല്ലെങ്കിൽ കോംപ്ലക്സ് വൗച്ചർ. Transactions with multiple debits and multiple credits are called complex transactions, and the accounting voucher prepared for such transactions is known as complex voucher or journal voucher. അതിൻ്റെ ഫോർമാറ്റ് നോക്കുക. ഇവിടെ SNV ട്രേഡേഴ്സ് പിലിക്കോട് കാസർഗോഡ്. ഹെഡിങ് കൊടുക്കുക ജേണൽ വൗച്ചർ. വൗച്ചർ നമ്പർ പ്രൊവൈഡ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ വൗച്ചർ നമ്പർ കൊടുക്കുക. ഡേറ്റ് എൻ്റർ ചെയ്യുക. ഇനി മൾട്ടിപ്പിൾ ഡെബിറ്റ്, രണ്ട് ഡെബിറ്റ് ഉണ്ടെങ്കിൽ 1, 2 കോഡ് കൊടുക്കുക. ഒന്നാമത്തെ ഡെബിറ്റിൻ്റെ പേര്, രണ്ടാമത്തെ ഡെബിറ്റിൻ്റെ പേര്, എമൗണ്ട്, രണ്ടാമത്തെ ഡെബിറ്റിൻ്റെ എമൗണ്ട്, നറേഷൻ, എന്താണ് സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി രണ്ട് ക്രെഡിറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് അക്കൗണ്ട് എന്നുള്ള ടേബിൾ ഹെഡിങ് കൊടുക്കുക. നമ്പർ 1 കൊടുക്കുക. അതിൻ്റെ കോഡ് ഉണ്ടെങ്കിൽ കോഡ് കൊടുക്കുക. അതിനുശേഷം പേര് എഴുതുക. അതിനുശേഷം എമൗണ്ട് എഴുതുക, നറേഷൻ എഴുതുക. ഇനി രണ്ടാമത്തെ ക്രെഡിറ്റ് നമ്പർ 2 കോഡ് എഴുതുക, അക്കൗണ്ട് നെയിം എഴുതുക, എമൗണ്ട് എഴുതുക, നറേഷൻ എഴുതുക. പ്രിപ്പയർഡ് ബൈ സൈൻ ചെയ്യുക, ഓതറൈസ്ഡ് ബൈ സൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കുക മക്കളെ, രണ്ട് ഡെബിറ്റും രണ്ട് ക്രെഡിറ്റും ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിന് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിൻ്റെ പേരാണ് കോംപ്ലക്സ് വൗച്ചർ ഓർ ജേണൽ വൗച്ചർ. ക്ലിയർ?
കഴിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് an accounting voucher must contain the following essential elements. ഒരു അക്കൗണ്ടിങ് വൗച്ചറിന് ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില എലമെന്റുകൾ ഉണ്ടായിരിക്കണം. an accounting voucher must contain the following essential elements. The first one is it is written on a good quality paper. ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള പേപ്പറിൽ അതിനെ എഴുതണം. നല്ല ക്വാളിറ്റിയുള്ള പേപ്പറിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ ഒരു വളരെ പേപ്പർ പ്രിന്റ് ടൈപ്പ് പേപ്പർ നമ്മൾ ഒരു A4 ക്വാളിറ്റിയുള്ള A4 ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യണം. ബി, നെയിം ഓഫ് ദ ഫേം മസ്റ്റ് ബി പ്രിന്റഡ് ഓൺ ദ ടോപ്പ്. കമ്പനിയുടെ പേര് മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവണം. ദ നമ്പർ ഓഫ് ദ വൗച്ചർ ഈസ് ടു ബി ഇൻ എ സീരിയൽ ഓർഡർ. നമ്മൾ കൊടുക്കുന്ന വൗച്ചർ നമ്പർ എന്ന് പറയുന്നത് ഒരു സീരിയൽ 1 2 3 4 5 6 എന്നുള്ള ഒരു ഓർഡറിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് ഡി, നാലാമത്തെ പ്രത്യേകത, നെയിം ഓഫ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഈസ് മെൻഷൻഡ്. ഏത് അക്കൗണ്ടിനെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിനെയാണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ആ പേരുകൾ അതിൽ എഴുതിയിട്ടുണ്ടാവണം. നെയിം ഓഫ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഈസ് മസ്റ്റ് ബി മെൻഷൻഡ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ഇ, the person who prepared the voucher must mention his name along with his signature. Prepared by എന്ന് കണ്ടിട്ടില്ലേ? Prepared by, ആരാണോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ്, the name and signature of the authorized person are mentioned on the voucher. ഇതിനെ ഓതറൈസ് ചെയ്യുന്നത്, ഇതിന് പെർമിഷൻ കൊടുക്കുന്ന ആൾ ആരാണോ അയാളുടെ പേരും അയാളുടെ സിഗ്നേച്ചറും ഓതറൈസ്ഡ് ബൈ എന്ന ആ ഒരു സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് എ വൗച്ചർ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ വൗച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 എലമെന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ എളുപ്പമുള്ള കാര്യം. ക്വാളിറ്റിയുള്ള പേപ്പറിൽ പ്രിപ്പയർ ചെയ്യുക, കമ്പനിയുടെ പേര് എഴുതണം, അതിന് നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കണം, അതൊരു സീരിയൽ ഓർഡറിലായിരിക്കണം, ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് അക്കൗണ്ട് ഒക്കെ കൃത്യമായിട്ട് പറയണം, ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ പേരുണ്ടായിരിക്കണം, അതുപോലെ ഓതറൈസ് ചെയ്യുന്ന ആളുടെ പേരും സിഗ്നേച്ചറൊക്കെ ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ക്ലാസ് ആയി, കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ നോട്ട്സും സ്ലൈഡൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് hsstimes.blogspot.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരംഭിക്കും. അതിൻ്റെ പേരിതാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഈ ക്ലാസ് മനസ്സിലായിട്ടെങ്കിൽ കുഴപ്പമില്ല, 2, 3, 4 തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.